കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് പ്രഭാതത്തിലും വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കാം. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ നിറങ്ങുന്ന പല വിഷാദങ്ങൾ നമ്മുടെ അകത്ത് വരും. നാളെ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, എന്തെങ്കിലും സംഭവിക്കും. അവിടെ പറയുകയാണ് ഗൗരവത്തമ്മ, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങണ്ട. കാരണം ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന ഒരു ദൈവവേദനെ സംബന്ധിച്ച് എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, നീ എല്ലായ്പ്പോഴും സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോഴല്ല, എതിരാകുമ്പോഴും, വേദനകൾ വരുമ്പോഴും, സങ്കടങ്ങൾ വരുമ്പോഴും, ചില ശക്തികൾ നിനക്കെതിരെ വരുമ്പോഴും എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക. ഒരു പ്രതിഫലമുണ്ടാകും. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. നമ്മുടെ അകത്തൊരു പ്രത്യാശയുണ്ട്. നമ്മൾ ആരെയാ സേവിച്ചു വരുന്നതോ? കൂരുകൾ വരുമ്പോഴും, ഈശാനമുടൻ കൊടുങ്കാറ്റ് വരുമ്പോഴും, അറ്റ്മോസ് വന്നാലും, തീച്ചൂള വന്നാലും, സിംഹത്തിൻ്റെ കുഴി വന്നാലും തകർത്ത് കളയാത്ത ഒരു ദൈവമുണ്ട്. അതാണ് പൗലോസ് പറഞ്ഞത്, ഇത്ര ഭയങ്കരമാണെന്ന് ഞങ്ങൾ ചോദിച്ചു. ഇന്നും വിടുവിക്കും, മേലാലും വിടുവിക്കും. ഞങ്ങൾ ആ കർത്താവിൽ ആശ വച്ചിരിക്കുന്നു, പ്രത്യാശ വച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അതല്ലേ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഈ പറയുന്ന, അവനെന്നെ കൊന്നാലും ഞാൻ കാത്തിരിക്കും, എനിക്കൊരു പ്രത്യാശയുണ്ട്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ആരാന്നു? അവനെന്നെ കൈവിടത്തില്ലെന്ന്. കാരണം അകത്തു നിന്ന് പോലും തൻ്റെ ഭക്തിക്കെതിരെ ചോദ്യങ്ങൾ വരികയാ. നീ ഒരു ദൈവഭക്തനായിട്ടെന്താ ഇങ്ങനെ സംഭവിച്ചത്? നീ ഒരു നിഷ്കളങ്കനായി നിന്നിട്ടെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? നിന്റെ ഭക്തി കൊണ്ട് ഇനി ഒരു കാര്യമില്ല, നിന്റെ പ്രാർത്ഥന കൊണ്ട് യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് പ്രിയരെ പലരും ആക്ഷേപിക്കുമ്പോഴും പതറിപ്പോകരുത്. അവിടെ ഉറച്ചു നിന്നിട്ട് പറയണം, എൻ്റെ ദൈവത്താൽ ഞാൻ വീര്യം പ്രവർത്തിക്കും. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, എന്നെ കൈവിടാത്ത, എന്നെ ഉപേക്ഷിക്കാത്ത, പ്രതിസന്ധികൾ എന്നെ തള്ളിക്കളയാത്ത, ഇന്നലകൾ വിടുവിച്ചവൻ ഇന്നും വിടുവിക്കും, മേലാലും വിടുവിക്കും, ഞാൻ കർത്താവിൽ ആശ വെച്ചിരിക്കുന്നു എന്ന് ശക്തമായി പറയാൻ തയ്യാറുണ്ടോ? പ്രഖ്യാപിക്കാൻ പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങളുടെ നടുവിൽ സംശയിക്കാറുണ്ട്. ഇനി ഒന്നും നടക്കില്ലല്ലോ, അസ്തമിച്ചു പോകുമോ, ഇവിടം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിച്ചകത്ത് വേദനിക്കുമ്പോഴും ഒരു ശബ്ദം, ഞാനാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഞാനാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അവിടുത്തെ ശക്തി നമുക്ക് വേണ്ടി വെളിപ്പെടുക. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. നിങ്ങളുടെ ആഴത്തിലാണ്, നിങ്ങളുടെ പ്രശ്നം വളരെ ആഴത്തിൽ കിടക്കുന്നു. അവിടെ ഒന്ന് വിടുവിക്കാൻ ആരുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എൻ്റെ ജനത്തിനു വേണ്ടി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുന്ന ദൈവശബ്ദം ഇന്ന് പ്രഭാതത്തിൽ മുഴങ്ങുകയാണ്. ഇതാ, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ആർക്കും അടിമച്ചങ്ങലക്കകത്ത് കുരുങ്ങി ആർക്കും വിടുവിക്കാൻ പറ്റാത്ത ഇടത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ ചില കുടുംബങ്ങളിലേക്ക്, ചില വ്യക്തി ഭയപ്പെട്ട, ആത്മാവിൽ വിഷാദിച്ച് ഞരങ്ങിക്കൊണ്ട്, സങ്കടപ്പെട്ടുകൊണ്ട്, പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ചില കെണികളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുന്നത് പോലെ, ദാനിയേൽ നിനക്കൊരു കേടും പറ്റാത്തില്ലെന്ന്. നിന്നെ ഇട്ടവന് മനസ്സിലാകത്തക്ക രീതിയിൽ അവിടെ ഒരു സാക്ഷ്യം വെളിപ്പെട്ട് വന്നില്ലേ? ദാനിയേലിന് വല്ലതും സംഭവിച്ചോ? എബ്രായന്മാർക്ക് സംഭവിച്ചോ?
അവരുടെ ദൈവം ആരാന്ന് ദേശത്ത് വെളിപ്പെടുത്താൻ ദൈവത്തിന് ചില പദ്ധതികളുണ്ടാകും. നിങ്ങളെ നോക്കി നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുൻപാകെ അവിടുത്തെ വചനം പറയും, ദൂട്ടൻ്റെ ആശ നശിച്ചു പോകും, അവൻ പല്ല് കടിച്ചുരുകിപ്പോവും. പത്രോസ് പറഞ്ഞതുപോലെ എന്താണ് പറഞ്ഞത്? ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദന്മാർ ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. അതിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ വാസ്തവമായി വിടുവിച്ചു, രക്ഷിച്ചു. എത്ര പേർക്ക് പറയാൻ കഴിയും? ചില ദുഷ്ടശക്തിയുടെ പ്രതീക്ഷയിൽ നിന്ന് എന്നെ വാസ്തവമായി വിടുവിക്കുന്ന, സഹായിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലഭത്വം ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യട്ടെ. വളരെ സുപരിതമായൊരു വാക്യം, പുറപ്പാട് പുസ്തകം 14:11. മോശെയോട്, മിസ്രയീമിൽ ശവക്കുഴിയില്ലാതിരുന്നിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നത്. നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? 2 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. മിസ്രയീമിൽ ശവക്കുഴിയില്ലാതിരുന്നിട്ടാണോ നീ ഞങ്ങളെ മരിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നത്? ക്വസ്റ്റ്യൻ മാർക്കാ. അടുത്ത ഭാഗം നോക്കൂ. മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. അതും ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇന്ന് പകൽ ഈ 2 ചോദ്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നത്? പ്രിയ സഹോദരങ്ങളെ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ 400 സംവത്സരം അടിമത്തുകം പേറി, കൈകൾ കൊട്ട വിട്ടൊഴിയാതെ തോളിൽ ചുമട് വെച്ച് മാനസികമായി ശാരീരികമായി ജലത്തെ ഒതുക്കിയെടുത്ത് ദൈവം വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ദാസനെ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഓർത്ത് 400 സംവത്സരം കഴിഞ്ഞപ്പോൾ ജനത്തെ ദൈവം പുറപ്പെടുവിക്കുകയാണ്. എവിടേക്ക്? വാഗ്ദത്ത കനാലിലേക്ക് പോകാൻ. പക്ഷെ മരുഭൂമിയിലേക്ക് വന്ന ജനം ഒത്തിരി അത്ഭുതങ്ങൾ ദൈവത്തിന് കണ്ടു. അവർക്ക് വേണ്ടി മേശയൊരുക്കിയ ദൈവം, തീക്കൽ പാറയിൽ നിന്ന് ജലം ചാടി പുറപ്പെടുവിച്ചു കൊടുത്ത ദൈവം, ശക്തന്മാരുടെ അപ്പമായ മന്ന കൊടുത്ത ദൈവം, ഒത്തിരി അത്ഭുതങ്ങൾ. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി ഇറങ്ങി വന്ന ദൈവം, വഴി കാണിക്കേണ്ടതിന് മുമ്പ് നടന്നവൻ. പക്ഷേ കുറെ മുമ്പോട്ട് പോയപ്പോൾ ചെങ്കടൽ മുമ്പിൽ നിൽക്കുകയാണ്. ഒരു കാരണവശാലും വഴി മാറില്ല. ആക്രോശിച്ചുകൊണ്ട് 600 ഇരുമ്പ് രഥങ്ങളുമായി ഫറവോനും സൈന്യം നിൽക്കുകയാണ്. പിടിക്കും, പിന്തുടരും, കൊള്ള പങ്കിടും എന്ന് പറയുകയാണ്. ഇവിടെ ഇവര് ഭയപ്പെട്ടു. ചോദിച്ച ചോദ്യം ഒന്ന്, മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? ഇവിടെ ഞങ്ങളുടെ അന്ത്യമാണ് എന്നാണ് അവർ പറഞ്ഞത്. ദൈവം പറഞ്ഞത് അതല്ല, നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ഞാൻ വിളിച്ചിട്ട നിന്റെ അന്ത്യം കാണിക്കുന്നവനാണോ? പ്രിയരെ, ദൈവിക ശബ്ദങ്ങളും വാഗ്ദത്തങ്ങളും അരുളപ്പാടുകളും കേട്ടിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നട്ടം തിരിയുമ്പോൾ, സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ ഈ ചോദ്യം നമ്മുടെ അകത്ത് നിന്ന് പകലുണ്ടാവരുത്. ദൈവത്തോട് അവിശ്വസിക്കരുത്, പിറുകുറുപ്പ് കാണിക്കരുത്. ഇവിടെ തകർക്കില്ല. അന്ത്യത്തിനു വേണ്ടി അല്ല ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. മരുഭൂമിയിൽ ഇറങ്ങി വരുന്ന ദൈവമുണ്ടെന്നും, ചെങ്കടൽ വഴി തുറക്കുന്ന ദൈവമുണ്ടെന്നും, ഫറവോന് നിന്നെ തോടാൻ പറ്റത്തില്ലെന്നും അവിടെ വെച്ച് തെളിയിക്കണം. നിന്റെ ചില ചോദ്യങ്ങൾക്കും അവിശ്വാസത്താൽ ചഞ്ചലിച്ച ചില വിഷയങ്ങൾക്കും ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ഉത്തരം മറളി നിങ്ങളെ ബലപ്പെടുത്തുന്നു. തകർക്കുവാനല്ല, അന്ത്യം കുറിക്കുവാനല്ല, ഇവിടെ മണ്ണിട്ട് മൂടുവാനല്ല, വാഗ്ദത്തം അസ്തമിച്ചു എന്ന് പറയാനല്ല. ദൈവം ചില ഘട്ടങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് ഉറപ്പിക്കാൻ, അവിടെയും ഇറങ്ങാൻ, അവിടെയും വഴി തുറക്കാൻ. ആർക്കും തുറക്കാൻ പറ്റാത്തടത്തും പ്രതീക്ഷ നഷ്ടപ്പെട്ടിടത്തും ശവക്കുഴി ഉണ്ടാക്കുന്ന ദൈവമല്ല, കുഴികളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. ചലനം നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്ന വിഷയത്തെ ഇന്ന് പകൽ ശക്തിയോടെ കുതിരകളെപ്പോലെ നിങ്ങൾ അതിനകത്തോട് നടത്തി ദൈവ സാന്നിധ്യത്തിൽ നിറയ്ക്കുന്ന ഒരുവന്റെ ശക്തി
തിരിച്ചറിയാനിടയാകുക. രണ്ടാമത്തെ ചോദ്യം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ചെയ്തത്. ഞങ്ങളോട് എന്തിനാ ഇങ്ങനെ ചെയ്തത്? അവിടെ കിടന്നാൽ പോരായിരുന്നോ? അവിടാണ് ഇത്രയും പ്രശ്നമില്ലായിരുന്നോ? വാക്തത്വ ശബ്ദം കേട്ട് മുന്നോട്ട് പോയപ്പോൾ, ദൈവശബ്ദം കേട്ട് സ്റ്റെപ്പ് എടുത്തപ്പോൾ, വാക്കിന് വലയിറക്കിയപ്പോൾ, ഇതാണോ സമയം? എന്തിനാ ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തിയത്? പ്രിയരെ, യോസഫ് കണ്ട ദർശനം, സ്വപ്നം ശ്രേഷ്ഠമായിരുന്നു. പക്ഷെ ചില പ്രോസസ്സിങ് ഉണ്ടായിരുന്നു. തകർക്കാനല്ല, നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ച് ടോപ്പാക്കാൻ. നിന്റെ മുമ്പിൽ ചിലത് മുട്ടുകുത്താൻ. ദൈവത്തോട് ചോദിക്കരുത്, എന്തിനാ ഞങ്ങൾക്ക് ഇത് വന്നത്? എന്താ ഞങ്ങൾക്ക് ഭവിച്ചത്? എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? അതിനല്ല, ദൈവത്തിന് ചില പദ്ധതികളുണ്ടായിരുന്നു. മറന്നു പോകരുത് സഹോദരങ്ങളെ. എൻ്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കാൻ പറഞ്ഞത് വെറുതെ അല്ല. ഇതിൽ നിന്നല്ല, അതെന്ന് പറയാനല്ല. അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരിടത്ത് നിന്നെ എത്തിക്കാൻ, നിത്യത്തിലെത്തിക്കാൻ, നിത്യസന്തോഷത്തിലെത്തിക്കാൻ, നിത്യസമാധാനത്തിലെത്തിക്കാൻ, ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ, ആർപ്പോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ദൈവം നിന്നെ ചിലതിലൂടെ കടത്തിവിടുമ്പോൾ തകർക്കുവാനല്ല. എന്താ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കരുത്. ഈ പുറത്ത് ബലം നൽകി, ഉള്ളിൽ ബലം നൽകി, കാലുകൾക്ക് ബലം നൽകി, കാതുകളിൽ ദൈവശബ്ദം നൽകി, ആദരങ്ങളിൽ വചനത്തിൻ്റെ ആഴങ്ങൾ പുറത്തു വരുത്തി നിന്നെ ശക്തമായി ഉപയോഗിക്കാൻ പദ്ധതിയുള്ളപ്പോൾ, പൗലോസേ, അണലിക്കൊന്നും തൊടാൻ പറ്റില്ല. എന്താണെന്ന് പൗലോസ് അങ്ങനെ ചോദിച്ചില്ല. പൗലോസ് അറിയാം, അണലിയല്ലോ വരുന്നത്, എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പമാണ്. യേശുവിൻ്റെ നാമത്തിൽ ചിലർ ഇന്ന് പകൽ ഈ ദൂതിൽ ബലപ്പെട്ടോണം. നീ എന്താണെന്ന് ചോദിക്കരുത്. ദൈവത്തിൻ്റെ ചില പദ്ധതികൾ വെളിപ്പെടും യേശുവിൻ്റെ നാമത്തിൽ. മൂടുന്ന പദ്ധതിയല്ല, മൂടിയതിനെ തുറക്കുന്ന പദ്ധതിയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഒതുക്കപ്പെടാനല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, നിന്നെ ഇവിടെ ഉപയോഗിക്കാൻ, നിന്നെ ഇവിടെ ശക്തമായി ഉപയോഗിക്കാൻ. എന്നെ എന്തിനാ, മറ്റിടത്ത് മതിയായിരുന്നു, അങ്ങനെ ചിന്തിക്കുന്ന ചിലരോടില്ല. ഇവിടെ ചില ദൈവപ്രവർത്തി, നീ ഇപ്പോൾ ആയിരിക്കുന്ന ചില ദൈവപ്രവർത്തി സഹോദരി, കുഞ്ഞെ, ദൈവത്തിന് ചെയ്യാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ജനം വിടുതൽ പ്രാപിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, അന്ധകാര മണ്ഡലങ്ങൾ തകരട്ടെ. ദൈവാത്മാവിൻ്റെ ഇടപെടൽ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതം സംഭവിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം വിടുതലിൻ്റെ ദൈവം, നമ്മുടെ ദൈവം സൗഖ്യത്തിൻ്റെ ദൈവം. നമ്മുടെ ദൈവം അടയ്ക്കുന്നവനല്ല, അടഞ്ഞതിനെ തുറക്കുന്നവൻ. ഡൗൺ ആക്കുന്നവനല്ല, എഴുന്നേൽക്കാൻ പറ്റാത്തതിനെ എഴുന്നേൽപ്പിക്കുന്നവൻ, കുതിച്ചു ചാടിക്കുന്നവൻ, ശക്തീകരിക്കുന്നവൻ, എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നവൻ. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തേശ്വൻ നിങ്ങളുടെ സഹോദരൻ.